എന്നാലും എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയല്ലോ അവൻ. ഞാൻ അവനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അമ്മ. ഇടറിയ ശബ്ദത്തിൽ തന്റെ പരിഭവങ്ങളൊക്കെയും അമ്മയോട് പങ്കുവെക്കുന്ന ദച്ചുവിനെ കാണി നിമിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഒപ്പം തന്നെ അതിനെല്ലാം കാരണക്കാരനായി കേശുവിനോട് ദേഷ്യവും. ദച്ചു ആവട്ടെ അമ്മയുടെ മടിയിൽ തല വെച്ചങ്ങനെ കിടന്ന് എപ്പോഴും ഉറങ്ങി. കുറച്ച് ദിവസങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. അന്നൊരു വെള്ളിയാഴ്ച ദിവസം PSC കോച്ചിങ് ക്ലാസ്സിൽ നിന്നിറങ്ങിയ നിമയെ കത്ത് ജാന നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ കരികിലേക്ക് ഓടിയെടുക്കുമ്പോൾ വല്ലാത്തൊരു നൊമ്പർ തന്നെ വന്ന് മൂടുന്നത് നിമ അറിയുന്നുണ്ടായിരുന്നു. ജാനുവിന്റെ മുഖത്ത് തെളിച്ചം തന്നെ കെട്ടുപോയിരുന്നു. തൊടുത്തിരുന്ന കവളുകൾ ചൊട്ടുകയും കൺതടങ്ങളിൽ കറുപ്പ് പടരുകയും ചെയ്തിരുന്നു. ജാനു, എന്താടാ, എന്ത് പറ്റി നിനക്ക്? സുഖിലെ, ഹോസ്പിറ്റലിൽ പോയില്ലേ നീ? നിമ ഓടിച്ചെന്ന് അവളുടെ മുഖമാകെ തഴുകിക്കൊണ്ട് ചോദ്യങ്ങൾ തുടർന്നു. നിമ, എനിക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. വരുന്ന മാസം ആദ്യം തന്നെ കല്യാണം നടത്തണമെന്ന് അവർക്ക് നിർബന്ധം. ഓർഫനേജിൽ എല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്തു. ജാനു പറയുന്നത് കേട്ടി നിമ്മയുടെ മുഖം വിടർന്നു. എന്നാൽ ജാനുവിന് കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് അവൾ അധികം സന്തോഷം പ്രകടിപ്പിച്ചില്ല. പക്ഷെ ഈ കല്യാണം നിനക്ക് ഇഷ്ടമല്ലേ ജാനു? അതാണോ നിന്റെ പ്രശ്നം? എടാ, എനിക്ക് കല്യാണം കഴിക്കണ്ട. ഞാൻ ഒരിക്കലും ഒരമ്മയാവില്ല. എനിക്ക് അതിനുള്ള കഴിവുമില്ല. അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞതും ഇരുവരും ഒരുപോലെ കരഞ്ഞു പോയിരുന്നു. എടാ, നീ ഇതെങ്ങനെ? ചോദ്യം മുഴുവിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല നിമയ്ക്ക്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് പീരിയഡ്സ് മാസത്തിൽ 2 തവണ വരുന്നുണ്ടായിരുന്നു. ഈ തവണയും അങ്ങനെ തന്നെ വന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. അവർ എന്തൊക്കെയോ ടെസ്റ്റുകൾ നടത്തി, സ്കാനിങ് ഒക്കെ ചെയ്തു. എന്നിട്ട് അവസാനം പറഞ്ഞു എൻ്റെ ഗർഭപാത്രത്തിന് കട്ടി കുറവാണെന്നും അതുകൊണ്ട് എനിക്ക് ഗർഭം ധരിക്കാൻ കഴിയില്ലെന്നും. ഒരു തേങ്ങനോടെ അവൾ പറഞ്ഞു നിർത്തുമ്പോൾ നിമി അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു. നീ ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല, ആരോടും പറയാൻ തോന്നിയില്ല. പക്ഷെ അതിനിടയ്ക്ക ഈ കല്യാണാലോചന. ചെറുപുഷ്പത്തിനോട് എല്ലാം പറയണമെന്ന് കരുതിയതാ. ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് പോയത് പുള്ളിക്കാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിനെന്നെ ഒത്തിരി വഴക്കും പറഞ്ഞു. അവരെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ന് ഞാനിങ്ങനെ ഒരുക്കേണ്ടി വരില്ലായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല നിമ. ജാനു, അറിഞ്ഞുകൊണ്ട് ആരെയും ചതിക്കാൻ നമുക്ക് കഴിയില്ലടോ. ഏതായാലും സിസ്റ്ററോടെങ്കിലും എല്ലാം തുറന്നു പറയണം. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. നീയും കൂടെ വാ എൻ്റെ കൂടെ. ദച്ചുവിനെ വിളിച്ചു പറഞ്ഞേക്ക്. തൻ്റെ കയ്യിൽ നിന്ന് നോക്കിയുടെ കുഞ്ഞൻ ഫോൺ നിമയ്ക്ക് നീട്ടിക്കൊണ്ടാണ് അവളത് പറഞ്ഞത്. ഫോൺ വാങ്ങി നിമ ദച്ചുവിനെ വിളിച്ചു. താൻ ജാനുവിനൊപ്പം ഓർഫനേജിലേക്ക് പോവുകയാണെന്നും പറഞ്ഞു. കൂടുതലൊന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല. ബസ് യാത്രയിൽ ഇരുവരും പരസ്പരം കൈകൾ കോർത്ത് പിടിച്ചു തന്നെ ഇരുന്നുള്ളൂ. ഓർഫനേജിലെത്തുമ്പോൾ എല്ലാവരെയും പ്രതീക്ഷിക്കുന്ന പോലെ കുട്ടികൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് നൽകാൻ ഒരു മിഠായി പോലും വാങ്ങാതെ പോകുന്നതിൽ അവർക്ക് ഇരുവർക്കും മനസ്താപമുണ്ടായി. ജാനുവേച്ചി പറഞ്ഞായിരുന്നു നിമേച്ചി വരുമെന്ന്. അതാ ഞങ്ങൾ കാത്തുനിന്നേ. കൂട്ടത്തിലെ മൂത്ത പെൺകുട്ടി അതും പറഞ്ഞുകൊണ്ട് ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു. അവൾ തിരിച്ചും. കുറച്ചു നേരം കുട്ടികൾക്കൊപ്പം വർത്തമാനം പറഞ്ഞ ശേഷം അവർ ഇരുവരും സിസ്റ്റർ ലിറ്റി ഫ്ലവറിന്റെ റൂമിലേക്ക് പോയി. നിമയാണ് വിവരങ്ങളൊക്കെ സിസ്റ്ററോട് പറഞ്ഞത്. ഒക്കെയും കേട്ടതിന് ശേഷം അവരുടെ തീരുമാനം തന്നെയാണ് നല്ലതെന്ന് സിസ്റ്ററിന് തോന്നി. അവർ അപ്പോൾ തന്നെ ബ്രോക്കർ വഴി വിവരം ചെക്കൻകുട്ടരെയും അറിയിച്ചു. അമ്മ അവൻ കഴിവില്ലാത്തൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടാൻ മാത്രം വിശാലത മനസ്കതയൊന്നും ആ ചെക്കനും അയാളുടെ കുടുംബത്തിനും ഉണ്ടായിരുന്നില്ല. ഏറെ സങ്കടകരമായ ആ ഒരു ദിനം അങ്ങനെ കടന്നുപോയി. വീട്ടിൽ തിരികെ എത്തിയ ശേഷം നിമ ആരോടും അധികം മിണ്ടാനോ പറയാനോ പോയില്ല. ആഹാരം പോലും കഴിക്കാതെ കിടക്കുകയും ചെയ്തു. പിറ്റേന്ന് പുലർച്ചെ ധനുവിൻ്റെ വീട്ടിലെ പൂവങ്കോഴി കൂവി. വിളിക്കും മുന്നേ നിമ ഉണർന്നിരുന്നു. പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു തീർത്ത ശേഷം അടുക്കളയിൽ കയറി ജോലി ചെയ്യാൻ തുടങ്ങി. രാഗിണി ഉണ്ടാക്കുന്നതൊക്കെ നോക്കിക്കണ്ട് പഠിച്ചുകൊണ്ട് നിമ ഇപ്പോൾ നന്നായി പാചകം ചെയ്യും. ഓർഫനേജിൽ വെച്ച ഒരു ചായ പോലും നന്നായി ഉണ്ടാക്കാൻ തനിക്ക് അറിയുമായിരുന്നില്ലല്ലോ എന്നതോർത്ത് അവൾക്ക് ചിരിയും വന്നു. ജാനുവിനെ കുറിച്ച് ഓർത്തതും ആ ചിരി മായുകയും ചെയ്തു. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തങ്ങൾ ഇരുവരും ഒരേപോലെ തന്നെയാണെന്ന് അവൾക്കും തോന്നി. അനാഥരായി ജീവിച്ചു മരിക്കുവാൻ ആർക്കും ഇട കൊടുക്കരുത് ദൈവമേ, അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. മോള് നേരത്തെ എഴുന്നേറ്റോ? മുടി മാടി കെട്ടിക്കൊണ്ടാണ് രാഗിണി അവിടേക്ക് വന്നത്. ഉറക്കം വന്നില്ല. അതാ. ഇന്നലെ ഓർഫനേജിൽ പോയിരുന്നു അല്ലേ? അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും? അല്ല, ഇന്നലെ വന്നപ്പോൾ മുതൽ മോള് വല്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇങ്ങോട്ട് എന്തെങ്കിലും പറയോ? ഒന്ന് നോക്കി ഇരിക്കുകയായിരുന്നു ഞാനും. അതാ ഒന്നും ചോദിക്കാഞ്ഞേ. ഒരു പൊട്ടിക്കരച്ചിലോടെ അവളുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ടായിരുന്നു അവളുടെ മറുപടി പറച്ചിൽ. കരച്ചിലിൻ്റെ ഒഴുക്കിലൊന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല താനും. എങ്കിലും ഏറെക്കുറെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. ഒരു സുഹൃത്ത് എന്നതിലുപരി ജാനു നിമയ്ക്ക് ആരാണെന്ന് അവർക്കറിയാമായിരുന്നു. ജാനുവിൻ്റെ അവസ്ഥ നിമയെ എത്രത്തോളം മോശമായി ബാധിച്ചിട്ടുണ്ടെന്നും അവർക്ക് ബോധ്യമായി. അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവർക്ക് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ജീവേൻ ഇതെപ്പോൾ എത്തി? അമ്മായി വിളിച്ചപ്പോഴും പറഞ്ഞില്ലല്ലോ വന്നെന്ന്. അതിന് തൻ്റെ അമ്മായി അറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ എത്തിയ കാര്യം. കള്ളച്ചീരിയോടെ പറഞ്ഞുകൊണ്ട് ധനുവിൻ്റെ തറയിൽ ഒരു കൊട്ടുകൊടുത്തു ജീവൻ.
ജീവേട്ടാ, ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നും നടക്കില്ല. ഏട്ടൻ്റെ സമയം വെറുതെ കളയാമെന്നതല്ലാതെ ഒരു ഗുണം ഉണ്ടാവില്ല. നിമേച്ചിക്ക് ഇനി ഒരു വിവാഹത്തോട് താല്പര്യമില്ലെന്നാ പറയുന്നേ. പിന്നെ ദച്ചുവേട്ടൻ്റെ താല്പര്യം പോലെയാ ചേച്ചി ഇനി എന്തെങ്കിലും ചെയ്യുള്ളൂ. ധനു അവനെ നോക്കി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. ഒക്കെയും കിടന്ന് പുഞ്ചിരിച്ചതല്ലാതെ അവൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവന്റെ നിസ്സാര ഭാവം കണ്ട് ധനുക്കൊച്ചിന് അങ്ങ് ദേഷ്യവും വന്നു. ദേ ജീവേട്ടാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ, കേട്ടല്ലോ? കേട്ടല്ലോ ചീരിക്കൊച്ചേ. അവൻ നുണക്കുഴി കാട്ടി ചിരിച്ചുകൊണ്ട് അവളെ നെറുകയിലൊന്ന് തലോടി. ആ നിമിഷം അവന്റെ മിഴികളിൽ നനവ് പടർന്നിരുന്നു. അതവൾ കാണാതിരിക്കാൻ അവൻ തന്നെ പാടുപെട്ടു. ദേ ജീവേട്ടാ, ഈ ചീരു എന്നുള്ള പേര് ഞാൻ തന്നെ മറന്നിരിക്കാം. ആ വിദ്യങ്ങാനും കേട്ടാ എന്നെ കളിയാക്കിക്കൊല്ലും. അതുകൊണ്ട് ആ പേരങ്ങ് മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്ക്. എന്ത് മഹാകാര്യം പോലെ കണ്ണു മിഴിച്ചും പറയുന്നവളെ അവനൊട്ടൊരു കൗതുകത്തോടെ നോക്കി. തന്നോട് പ്രണയം പറഞ്ഞ ആ പൊട്ടിപ്പെണ്ണ് തന്നെ ഇപ്പോഴും ഇവൾക്ക് ഒരു മാറ്റവും ഇല്ല. കേശുവേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ? ഹോ, ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ കാണില്ല. എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണെന്നോ. എന്നാൽ കൂടെയുള്ള വസുവേട്ടൻ എത്ര പാവാണെന്നറിയോ? കാണാനും കേശുവേട്ടനേക്കാൾ സൂപ്പറാ. ആഹാ, അങ്ങനെയാണെങ്കിൽ ആ വസുവേട്ടനെ കൊണ്ട് നിന്നെ അങ്ങ് കെട്ടിച്ചാലോ? അങ്കിളിനോട് പറയട്ടെ ഞാൻ. ഏയ്, അത് വേണ്ട, അത് വേണ്ട. അതെന്താ വേണ്ടന്നെ? അത് പിന്നെ ഞാൻ പഠിക്കല്ലേ. മാത്രല്ല എനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ലല്ലോ. പുതിയ നിയമമൊക്കെ വന്ന സ്ഥിതിക്ക് 21 വയസ്സാവാൻ ഇനി 4 വർഷം കൂടെ ഉണ്ടല്ലോ. ഓഹോ, അപ്പോ അതാണ് കാര്യം. സാരില്ല, വഴിയുണ്ടാക്കാം. നമുക്ക് എല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തൽക്കാലം ഒരു വാക്കുറപ്പിക്കൽ അങ്ങ് നടത്തി വെക്കാം. 4 വർഷമൊക്കെ കാറ്റ് പോലെ അങ്ങ് പോവില്ലേ? ഈശ്വര, ഇങ്ങേത് എന്തോന്ന് മനസ്സിൽ പറഞ്ഞിട്ട് അവൾ മെല്ലെ അവന്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു. അതിലേ എനിക്ക് ആ ചേട്ടനോട് അങ്ങനെ ഒരിതില്ല. കാണാൻ ലുക്കുള്ളവരെ വെറുതെ വായി നോക്കാനും അത്രയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം ജീവട്ടൻ ആരോടും പറയരുത്, പ്രത്യേകിച്ച് എൻ്റെ അച്ഛനോടും അമ്മയോടും. നിമേച്ചിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. നിമേച്ചി ജീവേട്ടനുള്ളതാ. അത് ഈ ധനുവിൻ്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. അത്രയും പറഞ്ഞ് ജീവന്റെ വലത് കൈ പിടിച്ച് തന്റെ തലയിൽ വെച്ച് ആ സത്യത്തെ ഒന്നോടെ ഊട്ടിയുറപ്പിച്ച ശേഷം ധനുക്കൊച്ച് തന്റെ റൂമിലേക്ക് സ്കൂട്ടായി. ജീവൻ ചിരിയോടെ നിന്നു പോയി. കോച്ചിങ് ക്ലാസ്സിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു നിമ. ഏതോ മുന്തിയിലും പെർഫ്യൂമിന്റെ ഗന്ധം അനുഭവപ്പെട്ടപ്പോൾ അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നും തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ ഒരു ഇലയോട് കൂടി നിൽക്കുന്ന ധനു ചുണ്ടിൽ കുറച്ചധികം ലിഫ്റ്റിക്കും വയർ തേച്ചിട്ടുണ്ട്. ഇവൾക്കിതെന്തു പറ്റി? ജീവനി സാറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാകും. അങ്ങയുടെ വാലിക്കുന്നത് കേൾക്കാതെ പെണ്ണിനെ ഉറക്കാൻ വരില്ല. മനസ്സിൽ ഓർത്തുകൊണ്ട് ഇനിമ ബാഗുമെടുത്ത് അവൾക്ക് അരികിലേക്ക് ചെന്നു. ഇന്ന് മുതൽ വിദ്യയും ധനുവും ട്യൂഷൻ സെന്ററോട് ചേർന്നുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. നിമിച്ചി, എന്റെ ലുക്ക് എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഹൂവല്ലോ, പക്ഷെ പൂരം പൊളിയാതെ നോക്കണമെന്ന് മാത്രം. ഒരു ചിരിയോടെ പറഞ്ഞിട്ട് നിമ അവളെ ചേർത്ത് പിടിച്ചു. ജീവൻ വന്ന കാര്യം ധനു നിമയോട് പറഞ്ഞില്ല. ലിഫ്റ്റിക്കും പെർഫ്യൂമും എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പറയാമെന്ന് കരുതി. എന്നാൽ നിമയാകട്ടെ ആ കാര്യം ചോദിച്ചതുമില്ല. ജാനുവിൻ്റെയും തൻ്റെയും പ്രശ്നങ്ങളൊക്കെയും തൻ്റെ മനസ്സിൽ നിന്നും പടിയിറങ്ങുന്നത് നിമ അറിയുന്നതേ ഉണ്ടായിരുന്നില്ല. ധനുവിനും വിദ്യയ്ക്കും അപ്പം കൂടിയ പിന്നെ മൊത്തത്തിൽ തമാശയും ചിരിയും ഒക്കെ ആയിരിക്കും. വിദ്യയെ, കഴിഞ്ഞില്ലേ ഒരുക്കം? വിദ്യയുടെ റൂമിലേക്ക് നോക്കി നിമ വിളിച്ചു ചോദിച്ചു. ചേച്ചി ഇതാ വരുന്നു. എനിക്ക് വെള്ളം എടുത്തു വെച്ചോന്ന് അമ്മയോടും ചോദിച്ചേ. നിമയും ധനുവും കൂടെ അടുക്കളയിലേക്ക് പോയി. ആന്റിയും അമ്മയും കൂടെ ഉഗ്രമായ ചർച്ചയും പാചകവും നടത്തുന്നുണ്ട്. അമ്മ ഇപ്പൊ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ ദേവനങ്കളിലും ഇപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യമായി. മുൻപ് നിമയും വിദ്യയും ക്ലാസ്സിൽ പോയി കഴിയുമ്പോൾ രാഗിണിയെ ചെറിയ തോതിൽ അടുക്കളയിൽ സഹായിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. ആ, മോൾ അറിഞ്ഞോ ജീവമ്മ വന്നത്? അത്യധികം സന്തോഷത്തോടെയുള്ള അമ്മയുടെ ആ ചോദ്യം കേട്ടതും അതുവരെ ഉണ്ടായിരുന്ന ഊർജ്ജം നഷ്ടപ്പെട്ടു നിമയ്ക്ക്. അവൾ ധനുവിനെ നിന്ന് നോക്കി. വിളക്കെ ചിരിച്ചുകൊണ്ട് നിൽപ്പാണ് കക്ഷി. ഞാൻ അറിഞ്ഞില്ലമ്മേ. എപ്പോഴാ വന്നേ? മുഖത്ത് അല്പം പ്രസാദം വരുത്തിക്കൊണ്ടാണ് അവൾ അമ്മയോട് സംസാരിച്ചത്. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെയും അമ്മ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് അവൾക്ക് ഇപ്പോഴും നിശ്ചയില്ല. ദച്ചുവേട്ടൻ്റെ വയലിന് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ മറ്റൊരു വഴിയും ഒന്നും അറിയാനിടയില്ല. കാലത്ത് എത്തിയത്രേ. തറവാട്ടിൽ പോകാതെ നേരെ ഇങ്ങോട്ട് വന്നത്രേ. എന്നെ കാണാൻ വന്നേതും ഇപ്പം മോള് കുളിക്കുകയായിരുന്നു. വെറുതെ ഒന്ന് മോളി നിമ. അവൾക്ക് അവിടം വിട്ട് ദൂരെ എങ്ങോട്ടെങ്കിലും മോടി പോവാൻ തോന്നി. ഇനിയും പരീക്ഷിക്കരുതേ നാഥ. അവൾ മനസ്സാലെ മനമൊരുകി പ്രാർത്ഥിച്ചു. വിദ്യ അപ്പോഴേക്കും റെഡിയായി വന്നിരുന്നു. പിന്നോട്ടും താമസിക്കാതെ അവർ അവിടെ നിന്നും ഇറങ്ങി. എന്താ സാറേ, വിരകാനൊക്കെ ആണല്ലോ പാടുന്നത്? വസുവിന്റെ ആക്കിയുള്ള പറച്ചിൽ കേട്ടതും കേശു മൊബൈൽ ഓഫാക്കി. ശെടാ, നല്ല പാട്ടായിരുന്നല്ലോ, എന്തിനാ നിർത്തിയേ? കയ്യിലിരുന്ന കോഫി മഗ്ഗുകൾ ടീപ്പോയ്മയിലേക്ക് വെച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. ഒന്ന് പോയടാ, ഞാൻ വെറുതെ. അവൻ പുറം കാഴ്ചയിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് ബാൽക്കണിയുടെ റൈലിങ്ങിൽ പിടിച്ചുകൊണ്ട് നിന്നു. കേശു, നാളെ മുതലെങ്കിലും ഓഫീസിൽ പോണം. ഇനിയും ഇങ്ങനെ ശോകമടിച്ചിരിക്കലടാ. പോകാം. വലിയ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞുകൊണ്ട് അവൻ കോഫി മഗ് കയ്യിലെടുത്തു. മൊത്തി കുടിച്ചുകൊണ്ട് വീണ്ടും പുറം കാഴ്ചയിലേക്ക് കണ്ണോടിക്കുവാൻ തുടങ്ങി.
പിന്നൊന്നും പറയാതെ വസു തൻ്റെ കോഫി എടുത്ത് കുടിക്കാൻ തുടങ്ങി. കേശുവിൻ്റെ മനസ്സിൽ പലവിധ ചിന്തകളായിരുന്നു ആ നേരം. നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളോ മോഹങ്ങളോ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അമ്മയോടും ഏട്ടനോടുമൊപ്പം കുറേ സമയം ചിലവഴിക്കണമെന്നും ഒന്നിച്ച് ഒത്തിരി യാത്രകൾ പോകണമെന്നുമൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. എല്ലാത്തിനും കാരണം തൻ്റെ ദുർനടപ്പ് മാത്രമായിരുന്നു എന്നവന് പൂർണ്ണ ബോധ്യമുണ്ട്. ഏട്ടനെന്ന് വിളിച്ചാലോ ഇന്ന് പലതവണ ചിന്തിച്ചു. പക്ഷെ വേണ്ട, ഇന്ന് തന്നെ ഉത്തരം കണ്ടെത്തി. മറ്റൊന്നും കൊണ്ടല്ല, എന്ത് പറയണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ യാതൊരു രൂപവുമില്ല. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള പരിഹാരവും തൻ്റെ പക്കൽ അവശേഷിക്കുന്നില്ല. അച്ഛൻ്റെ മരണം കൺമുന്നിൽ കണ്ട് മാനസികമായും ശാരീരികമായും തളർന്നു പോയ അമ്മയെ അതിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നിട്ടേയുള്ളൂ. തൻ്റെ കാര്യങ്ങളൊക്കെയും അറിഞ്ഞിട്ടും ഒരു നോട്ടം കൊണ്ട് പോലും ആ പാപം തന്നെ വേദനിപ്പിച്ചില്ല. പക്ഷേ എന്നിട്ടും ആ അമ്മയെ പോലും വേദനിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നു. ചെയ്തു പോയ തെറ്റുകൾക്കൊന്നും താൻ മാപ്പർഹിക്കുന്നില്ല. കഴിവതും ഇനിയും തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം എന്നത് മാത്രമേ ഉള്ളൂ ഏക പോംവഴി. ചിന്തകൾ അവസാനിപ്പിച്ചുകൊണ്ട് പിന്നീട് ആട്ടുകട്ടിൽ നിന്ന് കോഫി കുടിക്കുന്ന വസുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. മധുരമായൊരു പുഞ്ചിരിയുടെ അവൻ കണ്ണ് ചിമ്മി കാണിച്ചു. മനസ്സൊന്ന് കുളർന്നു. ഒരാളെങ്കിലും ഒപ്പമുണ്ടല്ലോ, അത് തന്നെ ധാരാളം. നാളെ മുതൽ ഉറപ്പായും ഓഫീസിൽ പോകുമെന്ന ധാരണയോടെ അവർ ആ സായാഹ്നത്തോട് വിട പറഞ്ഞു. നിമേച്ചി, ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ട്. സത്യമാണെന്നൊന്നും അറിയില്ല. തന്നെ ഓടിക്കിതച്ച് വന്നുകൊണ്ടാണിത് പറഞ്ഞത്. നീ കാര്യം പറകച്ചേ. അവളുടെ വെപ്രാളം കണ്ട് നിമ ചോദിച്ചു. അത് മിത്രേച്ചി അവിടെ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. നെഞ്ചിലൊരു ഇഴുത്തി വീണതുപോലെ തോന്നി നിമയ്ക്ക്. കേട്ടത് സത്യമാകരുതേ എന്നവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. മിത്രയുടെ ഒളിച്ചോട്ട വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കുഞ്ഞിനെയും ഉപേക്ഷിച്ചുള്ള പൊന്നും പണവും എല്ലാം എടുത്ത് പൂർവ്വ കാമുകനൊപ്പം കടന്നു കളഞ്ഞിരിക്കുന്നു. പഴയ ബന്ധം പുതുക്കാൻ വേണ്ടി മിത്രയുടെ ഡാഡിയുടെ ഡ്രൈവറിന്റെ വേഷം കെട്ടി വന്നതായിരുന്നു ലാലു എന്ന ജ്യോതിലാൽ. ഉച്ചയോടെ ദച്ചുവും കുഞ്ഞും തറവാട്ടിലേക്ക് എത്തി. സർവവും നഷ്ടപ്പെട്ടവനെ പോലെയുള്ള ദച്ചുവിന്റെ മുഖം കണ്ടിട്ട് ആർക്കും സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഏങ്ങിക്കരയുന്ന കുഞ്ഞിനെ നിമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൻ നേരെ അമ്മയുടെ മുറിയിലേക്ക് പോയി. ഓടിച്ചെന്ന് പിഞ്ച് കുഞ്ഞിനെ പോലെ അമ്മയുടെ മടിത്തട്ടിൽ അഭയം പ്രാപിച്ചു ആ സാധു മനുഷ്യൻ. അനിയനൊരു വാക്ക് പോലും പറയാതെ പോയി സങ്കടത്തിൽ നിന്നും കരകയറി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ. അമ്മയെ അന്വേഷിച്ച് കരയുന്ന പൈതലിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ചിന്ത മാത്രമായിരുന്നു അപ്പം അയാളെ ഏറെ കുഴക്കിയത്. അമ്മയുടെ മിഴിനീർത്തുള്ളികൾ തൻ്റെ മുഖത്ത് പതിച്ചപ്പോൾ മാത്രമാണ് അയാൾ മുഖമുയർത്തി നോക്കിയത്. പരസ്പരം എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവർക്ക് ഇരുവർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല. ജീവേട്ടൻ കണ്ടിരുന്നോ ദച്ചുവേട്ടനെ? ധനുവിന്റെ ചോദ്യം കേട്ട് ജീവൻ ഫോണിൽ നിന്ന് മുഖമുയർത്തി നോക്കി. ഇല്ല, എനിക്കങ്ങോട്ട് പോകാനേ തോന്നിയില്ല. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുക ഏട്ടനെ? ഞാൻ ഇന്ന് തന്നെ തറവാട്ടിലേക്ക് പോവാ. എന്നെ കാണുമ്പോൾ നിമിക്കും പ്രശ്നമല്ലേ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. ധനു തന്നെയല്ലേ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞത്? അത് പറഞ്ഞത് നേരാ. പക്ഷേ ഏട്ടൻ ഇവിടെ വരുന്നതിനും നിൽക്കുന്നതൊന്നും നിമേച്ചിക്ക് പ്രശ്നമില്ല. കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് എനിക്കൊട്ടും നല്ലതായി തോന്നുന്നില്ല ധനു. മാത്രമല്ല, നേരെ ഇങ്ങോട്ട് വന്നത് തൻ്റെ അമ്മയ്ക്കൊട്ടും പിടിച്ചതുമില്ല. അപ്പോൾ ഏട്ടൻ പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇനി എന്നാ വരിക? അത് വരാം മോളെ. അവളെ തലന് തലോടിയ ശേഷം അവൻ തൻ്റെ മുറിയിലേക്ക് പോയി. ദുഃഖത്തോടെ ഇരിക്കുന്ന ധനുവിനെ കണ്ടുകൊണ്ടാണ് ദച്ചുവിനെ ആശ്വസിപ്പിക്കാൻ പോയ അച്ഛനും അമ്മയും എത്തിയത്. ഇവിടെ എല്ലാവർക്കും എന്നും ഓരോ പ്രശ്നങ്ങളാണല്ലോ അച്ഛാ. ഒരിക്കലും സന്തോഷം കിട്ടില്ലെന്നാണോ നമുക്ക്? ഇപ്പോൾ ദേ ജീവേട്ടനും ഇവിടുന്ന് പോവാണെന്ന്. അത് പിന്നെ ജീവന് അവൻ്റെ അമ്മയും അച്ഛനും ഒക്കെ കാണണ്ടേ? അവൻ നേരെ ഇങ്ങോട്ടല്ലേ വന്നത്. ലക്ഷ്മി അമ്മായിക്ക് ഇപ്പം സങ്കടം വരില്ലേ ധനുട്ടി? അമ്മയാണ് മറുപടി പറഞ്ഞത്. കേശുവേട്ടൻ പോയി, മിത്രേച്ചി പോയി, ഇപ്പോൾ ദേവി ജീവേട്ടനും പോകണം എണ്ണി പറഞ്ഞുകൊണ്ട് ധനു തേങ്ങി. ദേ ധനു, കേശുവിൻ്റെയും മിത്രയുടെയും കാര്യമൊന്നും ഇവിടെ പറയണ്ട. അവർ നമ്മളുമായി ഒരു ബന്ധവും പുലർത്തിയിട്ടില്ല എന്നോളം. ദച്ചു കുഞ്ഞും ഏടത്തിയമ്മയും നിമയും ദേവേട്ടനും കുടുംബവും മാത്രം മതി നമുക്ക്. പുകഞ്ഞ കൊള്ളികളൊക്കെ പുറത്ത്. അവറ്റകളൊക്കെ പേര് പോലെ ഇവിടെ പറഞ്ഞു പോകരുത്. അച്ഛനെ രോക്ഷത്തോടെയുള്ള പറച്ചിൽ കേട്ട് ധനു അന്താളിച്ചു പോയി. അച്ഛൻ ഇങ്ങനെ ഇത്രയും ദേഷ്യത്തിൽ സംസാരിക്കുന്നത് അവൾ ആദ്യമായാണ് കേൾക്കുന്നത്. ഒരു നിമിഷം ജീവനെ ഓർത്തുപോയി അവൾ. യഥാസ്ഥിതികരായ തൻ്റെ മാതാപിതാക്കൾ ആ ബന്ധത്തെ എതിർക്കുമെന്നവൾ ആ നിമിഷം ഉറച്ചു വിശ്വസിച്ചു. നെഞ്ചിലൊരു ഭാരം ഉരുണ്ട് കയറുന്നത് പോലെ തോന്നി അവൾക്ക്. പിന്നൊന്നും മിണ്ടാതെ മെല്ലെ എഴുന്നേറ്റ് നടന്നു. പോക്കറ്റ് ഗേറ്റ് വഴി അപ്പുറത്തെത്തി. പുറത്ത് മാവിൻ്റെ ചുവട്ടിൽ തന്നെ ഇരിപ്പുണ്ട് എല്ലാവരും. അവൾ അവിടേക്ക് നടന്നു. നിമ്മയുടെ തോൾ ചാഞ്ഞുറങ്ങുകയാണ് കുഞ്ഞു പെണ്ണ്. ഇടയ്ക്ക് ആ കുഞ്ഞി ചുണ്ടുകൾ അമ്മിഞ്ഞ് തേടുന്നുമുണ്ട്. എന്താ ധനുസേ മുഖത്തൊരു വാട്ടം? രാഗിണി ആന്റിയുടെ ചോദ്യം കേട്ട് അവളൊന്ന് ചിരിച്ചതേയുള്ളൂ. വിദ്യ വേഗം തന്നെ ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് ധനുവിനെയും കൂട്ടിക്കൊണ്ട് കുളക്കടവിലേക്ക് പോയി. തൻ്റെ സങ്കടങ്ങളൊക്കെയും വിദ്യയോട് പങ്കുവച്ചപ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു അവൾ. ധനു, ഇതൊക്കെ അറിഞ്ഞു തന്നെയല്ലേ സാറ് നീ സ്നേഹിച്ചത്? ജാതിയും മതമൊക്കെ അന്നും എന്നും പ്രണയബന്ധങ്ങൾക്ക് എതിര് തന്നെയാണ്. പിന്നെ ഇപ്പോഴേ നീ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടരുത്. ഇതിനൊക്കെ ഇനിയും കുറേ സമയമുണ്ട്. അത് മാത്രല്ലടാ, ജീവേട്ടൻ ഇവിടുന്ന് പോവാണെന്ന്. അങ്ങേരുവാണെങ്കിൽ പോട്ടെ,
ആ വസുവേട്ടൻ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. വെറുതെ വായി നോക്കുമെങ്കിലും ചെയ്യാമായിരുന്നു. ധാനുവിൻ്റെ മൂഡ് മാറ്റാനായി വിദ്യ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും അവളുടെ മനസ്സിലേക്ക് കനൽ കെടുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടിട്ട് കുഞ്ഞിനെ പോലും ഒന്ന് നോക്കിയില്ല മിത്ര. മിത്രയുടെ മാതാപിതാക്കൾ ആദ്യമായി ഒന്നിച്ചു വന്നത് കണ്ടതിൽ മാത്രം ദച്ചുവിന് സന്തോഷം തോന്നി. അവർ ഇരുവരും ദച്ചുവിനോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ മാപ്പ് പറഞ്ഞു. കുഞ്ഞിനെ അവർക്ക് വേണ്ടെന്നും ഒരിക്കലും അവകാശം പറഞ്ഞു വരികില്ലെന്നും എഴുതി ഒപ്പുവെച്ച് നിയമപരമായി ദച്ചുവുമായുള്ള ബന്ധം വേർപ്പെടുത്താനുള്ള എല്ലാവിധ ഫോർമാലിറ്റികളും പൂർത്തിയാക്കിയ ശേഷമാണ് മിത്ര പോയത്. തിരികെ തറവാട്ടിലേക്ക് വരും നേരം നിമ്മിയുടെ ആവശ്യപ്രകാരം അമ്മയും ദച്ചുവും കുഞ്ഞും കൂടെ നിമ്മിയുടെ ഓർഫനേജിൽ കയറി. അവിടുന്ന് 3 പേരുടെയും ജീവിതം മാറി മറിയുകയായിരുന്നു.